ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ക്രിഷാണെങ്കിലോ വരുണിനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. കൂടെ ആ അനിരുദ്ധനെയും കൂടി തല്ലുമ്പോഴത്തേനാണ് കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാവുന്നത്. അങ്ങനെ പോലീസുകാരുടെ ദേഹത്ത് തൊടാനായിട്ട് നിനക്ക് ധൈര്യമുണ്ടോ എന്ന രീതിയിലൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. മാത്രമല്ല അനിരുദ്ധനാണെങ്കിലോ കൃഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിട്ട് ചെയ്യുന്നത്. പാവം കൺമണി അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നടന്നു. ഇപ്പോൾ അങ്ങനെ ടെൻഷനായിക്കൊണ്ട് വേദനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു വേദനയിൽ തന്നെ കൺമണിയുടെ മുന്നിൽ വെച്ച് തന്നെ കൃഷിനെ പിടിച്ചുകൊണ്ട് പോകാട്ടോ പോലീസുകാർ ചെയ്യുന്നത്. അങ്ങനെ വരുണും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അച്ഛനും അതുപോലെ തന്നെ കൺമണിയും വളരെയധികം വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അമ്മായിമാരൊക്കെ ഞെട്ടി നിൽക്കുന്നു കേട്ടോ. അതിനുശേഷം ധനലക്ഷ്മിക്കാണെങ്കിലോ നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട്. നീ ഇപ്പോൾ എല്ലാവരുടെ ജീവിതവും തകർത്തില്ലേടി. ആ വരുണിൻ്റെ മാത്രമല്ല ആ കൃഷിൻ്റെ ജീവിതവും നീ കാരണം ഇപ്പോൾ ഇല്ലാണ്ടായില്ലേ. അവനൊരു കല്യാണം കഴിക്കാൻ പോവുകയായിരുന്നല്ലോ, അതും നീ അവനെ മുടക്കിയല്ലേ. നിന്നെയും കെട്ടാൻ സമ്മതിച്ചില്ല, അവനും കെട്ടിയില്ല. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നെ അറിയില്ല. നീ ഒരു ദുഷ്ടയായ ഒരു സ്ത്രീയാണെന്ന രീതിയിലൊക്കെ ധനലക്ഷ്മി കൺമണിയെക്കുറിച്ച് സംസാരിക്കാട്ടോ. പാവം കൺമണി ആകെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ അച്ഛനും കൺമണിയും കരഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൃഷിനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു കേട്ടോ അനിരുദ്ധൻ. എന്തായാലും അയാൾ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഒരു കാരണം കൂടി ആയല്ലോ, തന്നെ മേൽ കൈവച്ച് ഒരാൾ. അതിനപ്പുറത്ത് ഇനി എന്ത് വേണം. അപ്പോഴത്തേനും മഹി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹി കൃഷിനെ കൊണ്ടുവരാനായിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ മഹിയൊക്കെ തട്ടി മാറ്റി തന്നെ കൃഷിനെയും കൊണ്ട് അകത്തേക്ക് പോവാട്ടോ ആ അനിരുദ്ധൻ ചെയ്യുന്നത്. ചെല്ലടാ നടക്കടാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ സുമിത്ര വിളിക്കുന്നുണ്ട്. സുമിത്ര അനിരുദ്ധനോടത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അനിരുദ്ധൻ പറയുന്നുണ്ട്, ഇന്ന് കൃഷിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കൺമണിയുടെ കല്യാണം മുടക്കി അവൻ അതുകൊണ്ട് തന്നെ പരാതി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ദേഹത്തും കൈവച്ചു. ഇനി എന്തായാലും അവർ രണ്ടുപേരെയും ഒരേ സെല്ലിൽ തന്നെ ഇടണം അനിരുദ്ധ. രണ്ടുപേരും കൂടി തല്ലി ചാവണം എന്ന രീതിയിലൊക്കെ ആ ഒരു സുമിത്ര, ദുഷ്ടയായ സുമിത്ര പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അനിരുദ്ധനോട്. അനിരുദ്ധൻ എന്തായാലും ഒരു വാലാട്ടി പട്ടിയെ പോലെ തന്നെയാണല്ലോ കാണിക്കുന്നത്. അപ്പോഴത്തേനും ആ കൃഷ്ണനെയും കൊണ്ട് ബലരാമൻ കിടക്കുന്ന ആ സെല്ലിനകത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അതിനകത്തേക്കാണ് കൃഷ്ണനെയും ആക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും ബലരാമനാണെങ്കിലോ ആകെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം കൃഷ്ണനോടും താൻ തെറ്റ് ചെയ്തല്ലോ. ആകെ കുറ്റബോധത്തിൽ നിൽക്കുന്ന ആ ഒരു മനുഷ്യനെ കൃഷ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ള ദേഷ്യം മൊത്തം ബലരാമൻ്റെ അടുത്ത് തീർക്കുകയാണ്. അവൻ കാരണമാണല്ലോ തൻ്റെ അനിയത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, തൻ്റെ കുടുംബം തന്നെ ഒന്ന് ഇളകി മറിഞ്ഞത്. പിന്നെ അതുമാത്രമല്ല ഇന്നത്തെ എല്ലാ പ്രശ്നവും ദേഷ്യവും എല്ലാം കൂടി ബലരാമൻ്റെ ദേഹത്ത് തീർക്കാനായിട്ടാണ് കേട്ടോ കൃഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബലരാമൻ എന്താണ് തിരിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്നത് പോലെ തന്നെ എന്നാലും രണ്ടുപേരും കൂടി പരസ്പരം ആ ഒരു സെല്ലിനകത്ത് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.